പണ്ടൊക്കെ മറ്റുള്ള രാജ്യക്കാരുടെ മുന്നിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെ നമ്മളൊരു ഇന്ത്യക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റിയിരുന്നു. അതേസമയത്ത് ഇപ്പോൾ വിദേശികളായിട്ടുള്ള ആരെങ്കിലും ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മലയാളിയാണ് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അഥവാ വിദേശികളോട് നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ളതല്ലേ? Say hi. What's your name? My name Linh. Where are you from? Vietnam. Vietnam. Where are you going Wait, now? are you from? Where are you from? I'm from India. Vietnam. Bye bye. Where are you going? Okay. Excuse me. Where are you from? I'm from Vietnam. Where are you from? I'm from India. Where are you going? Wait. പട്ടായയിലുള്ള പെണ്ണുങ്ങൾ പോലും ഇന്ത്യക്കാരെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഓടി ജീവൻ രക്ഷിക്കുകയാണ്. കേരള സ്റ്റോറി പോലുള്ള തോന്നിയാസങ്ങൾ പടച്ചിറക്കി വിടുന്ന സമയത്ത് അതിനൊക്കെ കൈയടിക്കണ കേരളത്തിലുള്ള കോണക സംഖ്യകൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സംസ്ഥാന ദ്രോഹികളായിട്ടുള്ള സംഖ്യകൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ വരെ മെൻഷൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് കോണക സംഖ്യകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. വിദേശ സഞ്ചാരികളായിട്ടുള്ള ഭൂരിഭാഗം ആളുകൾക്കും ഈ അടുത്ത കാലത്തായി വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങളാണ് സംഘപരിവാർ ഭരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ദ റിയൽ ഇന്ത്യയിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തുള്ളിച്ചാടി വന്ന് ഇന്ത്യയെക്കുറിച്ച് വളരെ മനോഹരമായ വ്ളോഗുകൾ ചെയ്തു തുടങ്ങിയിട്ടുള്ള ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള വ്ളോഗറായിട്ടുള്ള കിംസിന്റെ ഐ ഹേറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള അലറിക്കരച്ചിൽ നമ്മളൊക്കെ കേട്ടതാണ്. കിംസിന്റെ ആ ഒരു കരച്ചില് നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ലോക മാധ്യമങ്ങളെ ഏറ്റെടുത്തതും ചർച്ച ചെയ്തിട്ടുള്ളതും. ടൂറിസ്റ്റുകളായിട്ടുള്ള അനവധി പെൺകുട്ടികൾക്ക് ഇന്ത്യയിൽ വെച്ച് വലിയ രീതിയിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ആളുകളും അതിക്രൂരമായി ചെയ്യപ്പെട്ടിട്ടുണ്ട്. 63ഓളം രാജ്യങ്ങൾ ബൈക്കിൽ ചുറ്റിക്കറങ്ങിയിട്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ബ്രസീലിയൻ ദമ്പതികൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജാർഖണ്ഡിലെ ഒരു സ്ഥലത്ത് തമ്പടിച്ച സമയത്ത് 7ഓളം പേര് അവിടേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ഈ ദമ്പതികളെ മർദ്ദിച്ച് അവശരാക്കി ഭർത്താവിനെ കെട്ടിയിട്ട് ആ സ്ത്രീയെ കൂട്ടഭംഗത്തിനിരയാക്കിയ വാർത്തയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്കെതിരെ നടന്നിട്ടുള്ള കുറച്ച് രംഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. हेलो गाइस, ये मेरी लुगाई है. हेलो हाय, तो मेरी लुगाई यस साला कर दो मेरा साला. ये देश में कुछ नहीं दे रहा मुझे. लाइक करो. 150 रुपए मिल रही है आप सबको. ये 150 रुपए में, ये 150 की, ये 200 की, ये 500 रुपए की है, ये 300 रुपए की है. 300 में ना ये 200 रुपए की है. ओए ओए मैम Sorry, no. Can we go? आप दे दीजिए मैम कुछ I'm भी supposed to pay money. बाहर का दे supposed to pay दीजिए money मैम. for दिखा food. दिए मैम ये बाहर No, का. can you please go? Please use your seatbelt for your safety. What is that? It's my pleasure. Yeah. Yeah, my dear friends. Huh. It's my pleasure. Oh, love you. Oh la la. Oh la la. Where are we going? Ha. Indian dance? Really? From Recipe? India Bangalore. Oksana. Oh no, touching. Hey, no touching. What the hell? No touching. Why are you touching her? Why are you touching her? What the hell? Hey, what the f***? If one more move, I'm gonna beat your ass. You hear me? Really? Oh my goodness. Let's go. Leave your hands to your fucking self. Disgusting. I will never come back to India again. അടുത്തതായിട്ട് നമുക്ക് കേരളം സന്ദർശിച്ചിട്ടുള്ള വിദേശ ടൂറിസ്റ്റുകളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. My friends from the US and England have asked me, is traveling in India safe as a woman? I would say in Kerala, 100%. I'm not really sure about the rest of India yet, but here I feel extremely safe. I'm walking on the street at night. Obviously I'm careful, but I feel so safe. 27 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അറിയപ്പെടുന്ന യൂട്യൂബർ ആയിട്ടുള്ള യൂനസ് സരോ അദ്ദേഹം തന്റെ വിലപിടിപ്പുള്ള ഐഫോണ് കേരളത്തിലെ ഒരു പബ്ലിക് സ്പേസിൽ ഏകദേശം 2.5 മണിക്കൂറോളം നേരം ഉപേക്ഷിച്ചു. 2.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും ആ ഫോണ് അവിടെ തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഒരു വിദേശിയായിട്ടുള്ള ഒരു സഞ്ചാരി ഇടുന്ന സമയത്ത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് എത്രത്തോളം അഭിമാനിക്കാൻ പറ്റും. ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള ബാക്ക് പാക്കർ എമ്മ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് അവർ അവസാനം കേരളത്തിലെത്തിയ ശേഷം അവർ കേരളത്തെ കുറിച്ച് പറയുന്ന വാക്കുകളോട് നമുക്ക് കേട്ടോക്കാം. I have just landed in God's own country, Kerala. I am so happy to be here. Honestly, I feel like my energy has completely shifted. I feel so at peace. This place is so beautiful, so much civic sense. The roads are so clean. They're just genuinely being kind. That's a really nice feeling, to be honest. ഇന്ത്യയെക്കുറിച്ച് തന്നെ വളരെ മോശം അഭിപ്രായമുള്ള സഞ്ചാരികൾ പോലും കേരളത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാട് മാറുക എന്നുള്ളതാണ്. I'm in Kochi in Kerala, but if you notice, there's no trash getting washed up on the beach. Is how clean Kerala is, and then I really don't know what is. No other place that I've been to looks like that in India. കേരളം സന്ദർശിച്ച ഓരോ യാത്രികനും കേരളത്തെ അല്ല ഇന്ത്യയെ തന്നെ നെഞ്ചോട് ചേർത്തിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്.
feel completely safe. And that's why I also think that Kerala region in India is the perfect place for women to travel to, especially if you're alone. ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കേരളം ക്ലീൻ ആണ്, സേഫ് ആണ്. I am in Alleppey in India right now, and would you believe that I'm even in India? This place is absolutely beautiful. It is probably the most peaceful place I've been in the entirety of India. പുറം രാജ്യത്തു നിന്നുള്ള ആളുകൾ പോലും കേരളത്തെക്കുറിച്ച് വളരെ മതിപ്പോടുകൂടി സംസാരിക്കുന്ന സമയത്ത് They're just too kind here. Look at everything we just got. Oh, it just completely melts our heart. വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ കേരളത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് സിനിമകൾ ഇറക്കുന്നു, വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു. കുറച്ച് സംസ്ഥാന ദ്രോഹികളായിട്ടുള്ള ചാണകങ്ങൾ സ്വന്തം സംസ്ഥാനം വളരെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അസൂയ മുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോയിട്ട് കൊട പിടിച്ചു കൊടുക്കുന്നു. വല്ലാത്തൊരു അവസ്ഥ തന്നെയല്ലേ? വിദ്യാഭ്യാസം കൊണ്ടായാലും, ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും, സുരക്ഷയുടെ കാര്യത്തിലായി കഴിഞ്ഞാലും, സിവിക് സെൻസിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും, സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും ഒക്കെ മറ്റേതൊരു സംസ്ഥാനത്തിനും മാതൃകയാവുന്ന തരത്തിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതിൽ ഓരോ കേരളീയനും അഭിമാനിക്കാം. കോണക സംഘികളുടെ ദുഷ്പ്രചരണങ്ങൾ കൊണ്ടൊന്നും കേരളത്തിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ്. നന്ദി, നമസ്കാരം. I've been to 66 countries, and here are my favorite underrated destinations. Part 1. The first reason to visit this place are the tropical backwaters. This is Kerala in India, by the way. എങ്ങനെയുണ്ട് കേരളം? അടിപൊളി.